കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിൽ നിന്നും മസ്തകത്തിൽ വെടിയേറ്റ മയക്കുവെടി വെച്ച് പിടികൂടിയ കൊമ്പൻ ചരിഞ്ഞു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം വലിയ രീതിയിലുള്ള മുറിവ് ആനയുടെ മസ്തകത്തിൽ ഉണ്ടായിരുന്നു. രണ്ട് ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയതിനെ തുടർന്നുണ്ടായ മുറിവ് ആ ആനയുടെ മസ്തകത്തിലുണ്ടായിരുന്നു. മുറിവിൽ നിന്ന് വലിയ രീതിയിലുള്ള പഴുപ്പും പുഴുക്കളും അടക്കം പുറത്തേക്ക് വന്ന ഒരു സാഹചര്യത്തിലാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ഒരു തീരുമാനമുണ്ടായത്. അതിനുശേഷം ആനയെ മയക്കുവെടി വെച്ച പിടികൂടി കോടനാടുള്ള അഭയാരണ്യത്തിലേക്ക് മാറ്റിയിരുന്നു ചികിത്സയ്ക്കായി. ഈ ചികിത്സയിൽ തുടർന്നിരിക്കുകയാണ് ഇപ്പോൾ കൊമ്പൻ ചരിഞ്ഞത്. തിയോഫിൻ കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. തിയോഫിൻ, വലിയ മുറിവ് അന്ന് തന്നെ ഉണ്ടായിരുന്നു ഈ ആനയ്ക്ക്. ആ മുറിവ് തന്നെ ആകാം ഇത്തരത്തിൽ കൊമ്പൻ ചരിയാൻ കാരണമായത്. വിനിഷ, തീർച്ചയായും. അതായത് ആ മുറിവ് ആനയ്ക്കൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് 30% മാത്രമായിരുന്നു എന്ന് ഡോക്ടർമാർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ വനം വകുപ്പിന് അതിനുവേണ്ടി ശ്രമിക്കാവുന്ന പരമാവധി ശ്രമിക്കണം എന്നുള്ളൊരു തീരുമാനം, അതായത് 30% മാത്രമാണ് സാധ്യതയെങ്കിൽ പോലും പരമാവധി ശ്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അതായിരുന്നു. ആ തീരുമാനത്തിലാണ് കഴിഞ്ഞ ദിവസം ആനയെ മയക്കുവെടി വെച്ച് പിടികൂടിയത്. ഇതിനുശേഷം കോടനാടേക്ക് എത്തിച്ചു. കോടനാട് എത്തിക്കുമ്പോഴും അതുവരെയുള്ള ദൗത്യങ്ങളെല്ലാം വിജയകരം തന്നെയായിരുന്നു. കോടനാട് എത്തിച്ചപ്പോൾ ആ കൂട്ടിൽ ആന മയക്കം വിട്ടു തുടങ്ങിയപ്പോൾ പോലും ആ കൂടുമായി ആന ഇണങ്ങിയിരുന്നതാണ്. കൂട്ടിൽ സാധാരണഗതിയിൽ ഒരു ആനയെ ഇത്തരത്തിൽ കൂട്ടിലാക്കി കഴിഞ്ഞാൽ, മയക്കം വിട്ടു കഴിഞ്ഞാൽ ആന ആ കൂട്ടിൽ ഉന്തുകയും തള്ളുകയും ഒക്കെ ശ്രമിക്കും. അതായത് കൂട് തകർത്ത് പുറത്തു വരാനുള്ള ശ്രമം നടത്തും. അങ്ങനെയുള്ള ഒരു ശ്രമവും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആനയുടെ മുറിവ്, അത് നമ്മൾ തന്നെ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, വലിയൊരു മുറിവായിരുന്നു. ആ മുറിവ് ഉള്ളിലേക്ക് ബാധിച്ച്, പഴുപ്പ് ബാധിച്ച് ഉള്ളിൽ ഒരുപക്ഷെ കോശങ്ങൾ ഉൾപ്പെടെ നശിച്ച അവസ്ഥയിലേക്കായിരുന്നു. അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചിട്ടുണ്ടായിരുന്നെന്ന സൂചന നമുക്ക് ഇന്നലെ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ആന ക്ഷീണിതനായിരുന്നു. ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല എന്നത് നമ്മൾ ഇന്നലെയും റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് ആന രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നു. വനംവകുപ്പിൻ്റെ വിശദീകരണത്തിൽ അത് വ്യക്തമായി പറയുന്നുമുണ്ട്. ഇത്രയുമായിട്ടും പക്ഷേ ആനയ്ക്ക് തിരിച്ചു വരാനുള്ളൊരു സാധ്യത ഇല്ലാതായിപ്പോയി. കേരളം മുഴുവൻ ഏറെ വേദനയോടെ കാത്തിരുന്ന, അല്ലെങ്കിൽ തിരിച്ചു വരും, 1.5 മാസത്തെ ചികിത്സ വേണ്ടി വരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞതുകൊണ്ട് തന്നെ 1.5 മാസത്തിന് ശേഷം പഴയതുപോലെ അത് തിരിച്ചു വരും. കാരണം ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഒരുപക്ഷെ അത് ആനയെ തിരിച്ച് കാട്ടിലേക്ക് വിടാനുള്ളൊരു സാധ്യത, അല്ലെങ്കിൽ അത്രത്തോളം അത് സക്സസ് ആകുമോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആനയെ ജീവനോടെ തിരിച്ചു കിട്ടിയേക്കുമെന്ന 30% അതിന് സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും അതിനുവേണ്ട പരിശോധനകൾ നടത്തി ആനയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം വനം വകുപ്പ് നടത്തുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുമുണ്ടായിരുന്നു. വിദഗ്ധ സംഘത്തിനും ഈ ഡോക്ടർമാരുടെ സംഘത്തിനും റിസ്ക് ആണെങ്കിൽ കൂടി അത് സാധ്യമാകും, ചികിത്സയിൽ പുരോഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അണുബാധ രൂക്ഷമായ സാഹചര്യത്തിൽ അതൊരു തിരിച്ചുവരവില്ലാതെ ആന മടങ്ങിയിരിക്കുന്നു. വിനിഷ.